മുക്കാലായി കേട്ടോ. ഇതുവരെ നമ്മുടെ വെട്ടം വന്നിട്ടില്ല. കലഞ്ഞ അമ്പലത്തിൽ സപ്താഹം നടക്കും. അപ്പോൾ സപ്താഹത്തിൻ്റെ ഇതാണ് നിങ്ങൾ കേൾക്കുന്നത്. വിളക്ക് ഒരുക്കി വെച്ച് കേട്ടോ ചാച്ചൻ. ഞാനവിടെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. മുട്ടായി മരുന്ന് തേയിലവെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ തേയിലവെള്ളത്തിൽ മധുരമില്ല, കാരണം പഞ്ചസാര ഇല്ലായിരുന്നു. ഇന്നലെ ചാച്ചനോട് പഞ്ചസാര വൈകിട്ട് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ചാച്ചൻ വൈകിട്ട് പോയില്ല. ഇനി ഇന്ന് പഞ്ചസാര വാങ്ങിക്കാം. അപ്പോൾ പഞ്ചസാര ഇല്ലാതെ ചായ കുടിച്ചാലും തേയിലവെള്ളം കുടിക്കാൻ കൊള്ളത്തില്ല. ഇന്ന് പാലും ഇല്ല, ചായയുടെ അത് വേറെ കാര്യം. എന്തോ ഒരു സാധനം കുടിക്കുന്ന പോലെ അത്രേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട് രാവിലെ. അമ്മ രാവിലെ മിറ്റം നോക്കുക, അച്ഛനോടൊരു ഉടക്ക് കഴിഞ്ഞിട്ട് ഇരിക്കുക. രാവിലെ എന്നും ഇവിടെ ഉള്ളതാണ്. രണ്ടുകൂടെ അങ്ങ് അലപ്പായി ഇത് നേരം. അയ്യോ, അത് കേട്ടാ ഞാൻ എഴുതിയേക്കുന്നത്. ഞാൻ രാവിലെ ആണെങ്കിൽ ഇനി കുറച്ച് നേരം നമ്മുടെ അയ്യത്തൊക്കെ വെയിൽ കൊണ്ടൊക്കെ നടക്കാമെന്ന് വിചാരിച്ചേട്ടോ. ഞാനിങ്ങനെ മധുരക്കിഴങ്ങ് ഇവിടെ ഇരിപ്പുണ്ട് എന്നൊരു മൈൻഡിലാണ് വന്നത്. പക്ഷെ മധുരക്കിഴങ്ങ് ഇവിടെ ഇരിപ്പില്ല. ഞാൻ രാവിലെ വിചാരിച്ചു മധുരക്കിഴങ്ങ് പുഴുങ്ങി കഴിക്കാമെന്ന്. പക്ഷെ മധുരക്കിഴങ്ങില്ല. തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. നമ്മുടെ ഇവിടെ ഒരു തേനീച്ചക്കൂടുണ്ട്, നമ്മുടെ ഈ സൈഡിൽ കുഞ്ഞത്തെ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ കമ്പിയുടെ ഉള്ളിൽ നിറയെ തേനായിരിക്കും. ഇത് നമ്മൾ അറുത്തെടുത്താൽ നമുക്ക് ഇഷ്ടം പോലെ തേൻ കിട്ടും. തേൻ കിട്ടുമെന്ന് വെച്ച് വീട്ടിലേക്ക് ഇടിക്കാൻ പറ്റത്തില്ലല്ലോ. പണ്ട് ഞങ്ങൾ കുടം വെച്ച് തേൻ എടുത്തിട്ടുണ്ട് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ആ ഭാഗത്ത്, കുഞ്ഞത്തെ. നമ്മുടെ രാവിലത്തെ പഴങ്ങഞ്ഞി കുടിക്കുവാണെങ്കിൽ മീൻ കറി തൈര് ഒഴിച്ചിട്ട് ഈ വെള്ളം ഉള്ളിലോട്ട് പോകുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം ഉണ്ടല്ലോ, അത് ഭയങ്കര സുഖം. ഈ പഴകഞ്ഞി ഇഷ്ടമുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. തണുപ്പും നല്ല ഫ്രിഡ്ജിൽ വെച്ച തൈരാട്ടോ, നല്ല തണുപ്പും ഉണ്ട്. പക്ഷേ എനിക്ക് പഴകഞ്ഞി കുടിച്ചില്ലൊരു തൃപ്തിയില്ല പണ്ട് തൊട്ടേ. വന്നു കേട്ടോ വേണ്ടേ. എന്നിട്ട് എന്തൊക്കെയോ പറയാമേ മീന്നൊക്കെ. എനിക്ക് ഫ്രിഡ്ജിൽ മുന്തിരി ഇരുന്ന് കണ്ടപ്പോൾ നല്ല തണുത്ത മുന്തിരി തിന്നാൻ കൊതിയായി. സത്യം പറഞ്ഞാൽ ഇരിക്കാൻ വയ്യ, മുട്ടൊക്കെ ഇപ്പം അങ്ങ് വേദനയാണ്. എത്ര കസേര ഇരുന്നാലും ഈ തറയിരിക്കുന്ന സുഖമേ അത് വേറെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തറയിരിക്കാൻ. എനിക്ക് അത്രയും കുനിയാൻ വേദന ഇവിടുത്തെ നമ്മുടെ പടി കയറിയിരിക്കാൻ. കണ്ടോ കണ്ടോ ചിക്കു അച്ഛൻ. അപ്പം നമ്മൾ നമ്മുടെ ചീര കണ്ടിക്കാനായിട്ട് പോവാട്ടോ. ഞാൻ നമ്മൾ നട്ട നമ്മുടെ ചീര. സത്യം പറഞ്ഞാൽ നമ്മുടെ അയ്യത്തുണ്ടാകുന്ന സാധനം പറിച്ച് തോരനോ കൂട്ടാനോ ഒക്കെ വെക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ. ടാർപ്പിട്ടിരിക്കുന്നത് പൊങ്കാല ഇടാനും വേണ്ടി കേട്ടോ. മഴയെങ്ങാനും മഴ പെയ്യത്തില്ല, പിന്നെ നമ്മുടെ നല്ല എരണമായതുകൊണ്ട് അങ്ങനെ കിട്ടിയതാ. ചാച്ചനാണെങ്കിൽ ആശുപത്രി ഞാൻ വിളിച്ച് ചോദിച്ചപ്പം 10 മണിക്ക് ഡോക്ടറുണ്ട്. അപ്പം ഒരുങ്ങുന്നു പോകാനും വേണ്ടി. കാരണം കാല് ഡ്രസ്സ് ചെയ്തതേ അഴിച്ചൊന്നുകൂടെ ഡ്രസ്സ് ചെയ്യണം. ഞാൻ നമ്മുടെ ചീര കണ്ടിക്കാം. കുറച്ച് വലിയ ചീര മൂട് നിർത്തി കണ്ടിക്കാം കേട്ടോ, പിഴുന്നില്ല. അമ്മ പൊട്ടിക്കളിച്ചോളും. ആണ് നമ്മുടെ ചീരത്തോട്ടം. അമ്മ ചീര ഇങ്ങനെ കണ്ടിക്കണം എന്ന് വെച്ചിരിക്കുമായിരുന്നു. നമുക്ക് കണ്ടിക്കാമേ. അപ്പം വേണ്ട ഒരു പിടി ചീര അറുത്തെടുത്തേ. കുറച്ചേ ഉള്ളൂ, ഒരു പിടിയുണ്ട്. ചില സമയം ഈ ഒരു പിടിക്കൊക്കെ 50 രൂപയൊക്കെ വരും. നമുക്ക് കഴുകാതെ വേണേലും അരിഞ്ഞ് തോരൻ വെക്കാം. പുഴു ഒന്നുമില്ല, കാരണം നമ്മളധികം വളവും കാര്യങ്ങളും ഒന്നും ഇടാതെ ഫ്രഷ് നമ്മുടെ ഇവിടെ ഉണ്ടായത് നട്ടയല്ലേ. ഇത്രേ എടുത്തിട്ടുള്ളൂ. ചീര വാടുമ്പോൾ ഇമ്മണിയെ കാണൂ. വേണമെങ്കിൽ നമുക്ക് ഇനിയും കൂടെ രണ്ടാമതൂടെ പോവാം. ഞാൻ ആ കുരുങ്ങി ഇന്ന് ചീര പറിച്ചുകൊണ്ടാട്ടോ ഒരു ശ്വാസം മുട്ടല് പോലെ. ഇനി ഇതരിയ ഞാൻ തേങ്ങയൊക്കെ ചതച്ച് വെച്ചു. നിന്ന് കരയുന്നേ ഈ മണീന് ഇരുന്നങ്ങ് കരയുവാ തച്ചിന്. എന്തിനാന്ന് അറിയാമോ? മീൻ കിട്ടാനും വേണ്ടി. ചാച്ച അപ്പം പഴകഞ്ഞി ഒഴിച്ചിട്ട് ആശുപത്രി പോകാൻ തുടങ്ങുക. ഉണ്ടായിരിക്കടാ, ഞാൻ ഓൾറെഡി പഴകഞ്ഞി കുടിച്ചു. ഞാൻ ഇനി ചീര അരിഞ്ഞ് തോരൻ വെക്കാൻ പോവാ. അത് കഴിഞ്ഞ് നമുക്ക് മുരിങ്ങയില തോരൻ വെക്കണം. അവിടെ ഇരിപ്പില്ലയോ? കഴിഞ്ഞു പോയോ? മുരിങ്ങയില തോരനല്ല, മുരിങ്ങയില കറി. കറിക്ക് നമ്മുടെ എസ്റ്റേറ്റിലെ മരുന്നടിക്കാത്ത ഫ്രഷ് ചീര. അപ്പം ജൈവ ചീര വേണ്ടവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യണം, നമ്മൾ തരുന്നതായിരിക്കും. ഞാൻ കാണിച്ചവരെ. നിനക്ക് നേരത്തെ മീൻ തന്നപ്പോ നിനക്ക് വേണ്ട. തണ്ടൊന്നും മുറ്റിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് തണ്ട് സഹിതം അരിഞ്ഞിടാം.
നല്ല മൂർച്ചയുള്ള ഇരുമ്പായോണ്ടേ കുഴപ്പമില്ല. നല്ല മൂർച്ചയാണ് മണിയാ. ഇരുമ്പ് ഞാൻ മൂർച്ചിച്ചിട്ട് വരാം, നിങ്ങൾ പോകല്ലേ. തണ്ടൊക്കെ നല്ല കിറുകിറാന്ന് അറിയാൻ പറ്റുന്നത്, കാരണം അത്രയും പൊട്ട. ആണോ? ഇത് ഇത് അവിയൽ വെക്കും കേട്ടോ. ഇതിന് കണ്ടൂടാ. ഇവിടെ അമ്മ എനിക്ക് ഇഷ്ടമേ അല്ലത്. അച്ഛനോ? എനിക്ക് ഇഷ്ടമല്ല തണ്ട് വെച്ച് തോരൻ. അത് നാളെ അമ്മയും കൊണ്ട് വെപ്പിക്കാം. ചക്കക്കുരു നാളെ വെക്കാം. രണ്ട് ചക്കക്കുരു പൊളിച്ചാടാ മണിയാ. മണിയാ അവന്റെ കോല. ആ പഴയ വെളുപ്പൊന്നും ഇല്ല ഇപ്പൊ. അവന്റെ കഴുത്തല്ല ഇത് കണ്ട. ഇവ ഏതൊരു മണ്ണില്ല. എനിക്കൊന്ന് ഉണക്കാകുമ്പോ ഇവർക്ക് ചൊറിച്ചിൽ വരുമായിരിക്കും. ആണോ? നമുക്കറിയത്തില്ലടാ ഒന്നും. നീ പറയണ്ടേ? നീ പറഞ്ഞു തരണ്ടേടാ. അടക്കേ ചെക്ക കുളിക്കുന്നില്ലേ ചേച്ചാ? 10 മണിയാകുമ്പോഴത്തേക്ക് ചെന്നാ മതി. പാത്രം എത്തി ഇട്ടേരെ. ഗുളിക കഴിച്ചായിരുന്നു ആഹാരത്തിന് മുന്നേ. നീ ആഹാരത്തിന് ശേഷമുള്ള കഴിക്കും. അപ്പം നമ്മളെ ചീരത്തോരൻ വെക്കാനായിട്ട് പോവാം. നമ്മുടെ ചീര അരിഞ്ഞപ്പോ ഇത്രയും കിട്ടിയേ. ഇതിനി എന്തുവാ ഇടുമ്പോഴത്തേക്കും ഒരു പിടിയേ കാണും. ഒരു പിടി കാണത്തില്ല, കുറച്ച് ചീരയെ കാണും. വെളിച്ചെണ്ണ ഷൂന്നാ തീരുന്നത്. 1 കിലോ വെളിച്ചെണ്ണ വാങ്ങിച്ചാൽ വെളിച്ചെണ്ണയ്ക്കാണെങ്കിൽ തീ പിടിച്ചവല്ലേ. ഇവിടെ വെളിച്ചെണ്ണ തീരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ മണിയൻ വെളിച്ചെണ്ണ ഒഴിച്ചാൽ ചോറിരുന്നേ. ചുമ്മാതാട്ടോ. വെളിച്ചെണ്ണ പെട്ടെന്ന് വെളിച്ചെണ്ണ തീരുന്നേ. അപ്പൊ ഒരിടയ്ക്ക് സൺഫ്ലവർ ആക്കിയായിരുന്നു. എനിക്ക് ആ എണ്ണയുടെ രുചി പിടിക്കത്തില്ല. നമ്മൾ പണ്ട് തൊട്ടേ കറിയെല്ലാം വെളിച്ചെണ്ണയെ കൂട്ടിയോണ്ടേ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ വെളിച്ചെണ്ണയ്ക്ക് വിലയുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ. എനിക്കാണെങ്കിൽ നിന്ന് നിപ്പിയൊന്ന് ഉറക്കം വരിക. നിന്നങ്ങ് ഉറങ്ങാനുള്ള ഈ പിള്ളേരിങ്ങനെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മയങ്ങി ഉറങ്ങത്തില്ലേ, അതേപോലുള്ള ഉറക്കക്ഷീണം തോന്നുന്നു. പക്ഷെ ഞാൻ തോരൻ വെക്കണ്ടേ. ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയും. ഇപ്പം പോയി കിടന്ന് ഇപ്പം നല്ല പോലെ ഇറങ്ങും എന്നുള്ള രീതി. പിന്നെ കടുക് ഇട്ടിട്ടുണ്ടേ. ആ വെളിച്ചെണ്ണ കടുക് പൊട്ടുമ്പോ എന്ത് രസമാണ്. കടുക് പൊട്ടുന്ന സൗണ്ട് കേട്ടോ. ഇനി ഇല ഇടുമ്പോ ഒരു സൗണ്ട് എന്ന് പറഞ്ഞിട്ട് അറിയാം. ഇപ്പം നമ്മൾ ഇല ഇടുമ്പം നമ്മുടെ ചീനിച്ചട്ടി നിറഞ്ഞിരിക്കും. പക്ഷേ ഇതൊന്ന് എന്തുവാ ആവി കയറി കഴിയുമ്പോഴത്തേക്കും ചൊക്കും. പിന്നെ എനിക്ക് ചീര ഇലകളൊന്നും അധികം ഇട്ട് വേവിക്കുന്ന ഇഷ്ടമല്ല. ഒരു പച്ചച്ച ഉള്ള തോരനാണ് എനിക്കിഷ്ടം. നമ്മളിവിടെ അമ്മയാണേലും ചീരത്തോരൻ വെക്കുന്നത് അങ്ങനെ അധികം ഇട്ട് ചൂടാക്കത്തില്ല. അല്ല, പച്ചച്ചവയിൽ തന്നെ എടുക്കും. എനിക്ക് അമ്മയുടെ ചീരത്തോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മ എന്ത് വെച്ചാൽ രുചിയാ. അതെ, നമ്മുടെ തോരൻ റെഡിയായി. ഞാൻ ഒരു കാര്യം കാണിക്കാം, നിങ്ങളെ കാണിക്കാം. ഒരു മുട്ട പൊട്ടിപ്പോയി. അതെന്താ സംഭവം എന്നറിയാമോ? ഞാൻ കോഴിക്കുട്ടി കൈയിട്ടപ്പോൾ ഈ കോഴി എന്നെ ഒറ്റ കുത്ത്. ആ ഫോഴ്സിൽ മുട്ട ഞാൻ എടുത്ത് ഒറ്റ എന്തുപടാ. ഡാഡി ആശുപത്രി പോവാ. എത്ര മണിക്കൂറുകൾ കൊണ്ടുള്ള ഒരുക്കം. ഞാനാണേലേ ഏത്തപ്പഴം നെയ്യ് മുരിച്ചോണ്ട് വന്നേ. എനിക്കിതിൻ്റെ മണം പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. ഇങ്ങനെ ഞാൻ പണ്ടിത് നെയ്യ് മുരിച്ചിട്ട് നല്ല മുരിക്കും. എന്നിട്ട് തേങ്ങ ചിരകിയിടും, എന്നിട്ട് പഞ്ചസാര ഇടും, അതും മുരിക്കും, എന്നിട്ടിത് കോരി കഴിക്കുക. അയ്യോ എന്ത് രുചിയാണെന്നറിയാമോ.
ഇതിപ്പോൾ എനിക്ക് ഞാൻ ഒന്ന് ഇങ്ങനെ ചൂട് കഴിക്കണമെന്ന് വിചാരിക്കും, മടി കാരണം ഒന്നും ചെയ്യത്തില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കും അവിടെ. ഇനി എൻ്റെ ചാച്ചൻ വരണം, ചാച്ചനെ വിളിക്കണം. ഇപ്പം ചെന്ന് കാണുമായിരിക്കും. ഭയങ്കര തിരക്കാ റോഡിലൊക്കെ. രാവിലത്തെ ചൂട് കണ്ടൊക്കെ നിന്ന് പൊള്ളുക. ചൂടിങ്ങനെ പോയാൽ കിണറൊക്കെ പറ്റും. പിന്നെ ആകെ നമുക്ക് ആശ്വാസം നമ്മുടെ കിണർ പറ്റത്തില്ല. പിന്നെ താഴെ തോട്ടി വെള്ളം വരും കനാല് തുറക്കുമ്പം. മറ്റേ സീതപ്പഴമില്ലേ, അതെടുത്ത് കേട്ടോ. അത് 2 എണ്ണം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇത് പഴുത്തിട്ടില്ലായിരുന്നു, ഞാൻ അരി പൊത്തി വെച്ചതാ. അപ്പം ഇന്ന് പഴുത്തു. എന്നിട്ട് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു, തണുത്തത് കഴിക്കാമെന്ന് വെച്ച്. ചുമ്മാ ഇങ്ങനെ ഇരിക്കുമല്ലേ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ സാധാ ആത്തച്ചക്കയാണ്. സാധാ ആത്തച്ചക്കയും മുള്ളാത്ത ഭയങ്കര ഇഷ്ടമാണ്. ആ പുളിയും രുചി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ കൊച്ച് ഇങ്ങനെ ഇരിക്കും. ചാച്ചല്ലേ പെരയ്ക്കാത്തിരിക്കുക അയാൾക്ക് മടിയാ, വെളിയിൽ എവിടെയെങ്കിലും ആയിരിക്കും. ജസ്റ്റ് ഞാൻ പുതിയ കുറച്ച് ലിപ് ലൈനേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ട്രയൽ ചെയ്യാനും വേണ്ടി ഇട്ട് നോക്കിയതാട്ടോ. പിന്നെ എനിക്കൊരു വീഡിയോ എടുക്കണം നമ്മുടെ പേജിലോട്ട് ഇടാനും വേണ്ടി. ഡാഡിയും വന്നു. ഈ കഥ ഓർക്കാൻ ഭയങ്കര പാടാണ്. കരയുമോ കണ്ടോ, ചാച്ചൻ വന്നതിന് ഇയാൾക്ക് ഇപ്പം ഞാൻ കഥ തുറന്ന് കൊടുക്കണം. കഥ വന്നിട്ടായിട്ടാ. പഴം കഴിക്കുക. പഴം നല്ല പഴം അല്ലയോ? അതുകൊണ്ട് മണിസാർ അവിടെ ഇരുന്ന് മേക്കപ്പ് ചെയ്യുന്നു. വേണ്ട, ചോറിപ്പം വേണ്ടേ? ഞാൻ അപ്പം നമ്മുടെ വീഡിയോ എടുത്തു. ഇനി ഞാൻ മുരിങ്ങയിലക്കറി വെക്കുന്നില്ല, ചമ്മന്തി അരയ്ക്കാൻ പോയി. എന്നും കറങ്ങി തിരിഞ്ഞ് ചമ്മന്തി തന്നെയാണ് വന്ന് നിൽക്കുന്നത്. ഈ ചാച്ചൻ വന്നിട്ട് പിന്നെ മുരിങ്ങയിലൊന്നും പറിച്ചു തന്നില്ല. ഞാൻ ഈ തേങ്ങ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തി അരയ്ക്കാനും വേണ്ടി. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തേ. ഈ മാല ഊരി വെക്കണം, ഇല്ല എങ്ങനെ ഞാൻ എന്തെങ്കിലും എടുത്ത് വെച്ച് ഈ ചാച്ച എന്തെങ്കിലും എടുത്ത് പുറത്ത് വെക്കും. ഇതാണ് ഈ ചാച്ചൻ്റെ സ്വഭാവം. 1 മണിയായി, ഷടയിന്ന് ചമ്മന്തി അരയ്ക്കട്ടെ. കുഞ്ഞു വയറിന് വിശക്കുന്നുണ്ട്. ആണെങ്കിൽ ഉറങ്ങാമെന്ന് പറഞ്ഞ് കിടക്കുമായിരുന്നു, പക്ഷെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ഓർഡറൊക്കെ പാക്ക് ചെയ്ത് വെക്കാം. ഇനി നാളെ എന്തായാലും കൊടുക്കാൻ പറ്റൂ. പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ 2:30 വരെയുള്ളൂ എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇതൊക്കെ പാക്ക് ചെയ്യുക കേട്ടോ. ചാച്ചനാണെങ്കിൽ ഗ്രാമസഭയുണ്ട്, അതിന് പോയി. അത് പോകാനുള്ള കാര്യം എന്തോന്നറിയാമോ? ഇങ്ങനെ അടിച്ചത് ഇങ്ങനെ കാണത്തില്ല. ഈ വട്ടത്തെ തൊഴിലുറപ്പ് ഗ്രാമസഭയ്ക്ക് ചെല്ലാത്തവരുടെ പേര് അടുത്ത തൊഴിലുറപ്പിന് ഇടത്തില്ലെന്ന് പറഞ്ഞു. അതിന് പോയതാ ഓടിപ്പടച്ച്. ഞാൻ പറഞ്ഞു ചാച്ചൻ പോകണ്ട ചാച്ച, കാലൊന്നും വയ്യാതെ ഇനി തൊഴിലുറപ്പിന് എന്തോത്തിന് പോകാന്ന്. എന്നാലും ഇരിക്കത്തില്ല, പോയി. ചുമ്മാ അവിടെ പോയി കിടന്നെയാണേ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണടഞ്ഞടഞ്ഞ് വന്ന് ഞാൻ ഫോണും താത്തി വെച്ചിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി. വൈകിട്ട് എഴുന്നേറ്റപ്പോൾ ഒരമ്മ കാവടിയും കൊണ്ട് ഇങ്ങനെ വന്നു. അപ്പോൾ അവിടെ ഇരിപ്പുണ്ട്, ആ തിണ്ണയിൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ പൈസയും കൊടുത്ത് ഭസ്മം കിട്ടി കേട്ടോ. കുളിച്ചൊന്നുമില്ല, പക്ഷെ ഭസ്മം അന്നേരം അങ്ങ് ഇട്ടു. ഇന്ന് നമ്മൾ മീൻ മുട്ട അങ്ങനെയൊന്നും കഴിച്ചിട്ടുമില്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. ചാച്ചൻ വന്നില്ല ഇതുവരെ. പപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പപ്സും ഇങ്ങെത്തിയില്ല, ചാച്ചനും ഇങ്ങെത്തിയില്ല. ചാച്ചനെ ഒന്ന് വിളിക്കട്ടെ. ഗ്രാമസഭയ്ക്ക് പോയത് അടുത്ത തൊഴിലുറപ്പിന് പേര് കിട്ടാൻ. ഞാൻ ഇവിടെ ഇരുന്ന് മണിയൻ ആ മണ്ണി കിടന്ന് ഉരുളുന്ന നോക്കുക. ആ പൊടി മണ്ണി കിടന്ന് ഉരുളുവായി പൂച്ച. മറ്റേവനും ഉരുളും ഇവിടെ വരുന്ന ചിക്കു, പക്ഷെ അവൻ്റെ മേത്ത് ഇത്ര അഴുക്കില്ല കേട്ടോ. പപ്സും കൊണ്ട് വന്നേ ഡാഡി വന്നേ. ഞാൻ പപ്സ് എടുക്കാൻ വന്നയാ. അത് ഞാൻ വണ്ടിയിൽ നിന്ന് പപ്സ് എടുക്കാൻ വന്നേ. പാപ്സ് 2 പപ്സൊക്കെ വാങ്ങി കേട്ടോ. കാലേ കെട്ടി വെച്ചേക്കുന്നുണ്ടോ? ഇനി തിങ്കളാഴ്ച പോണം. പപ്സ് തിന്നോ? പപ്സ് മണിമോനും പപ്സ് തിന്നുക. കരഞ്ഞ് വാങ്ങിക്കുക. തീർന്നെന്ന്, ഇനിയും വേണമെന്ന്. പപ്സ് നമ്മൾ ഫാഷനിൽ തിന്നായിരിക്കില്ല, ആസ്വദിച്ച് തിന്നാൻ പറ്റത്തില്ല. അതിൻ്റെ അവിടെയൊക്കെ ആവും, ലാസ്റ്റ് തട്ടിക്കളഞ്ഞാൽ മതി.